കാവേരിയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമായ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം തമിഴകത്തിന്റെ ധർമ്മപുരി ജില്ലയ്ക്കും കർണാടകത്തിന്റെ ചാമരാജനഗർ ജില്ലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. കർണാടകത്തിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിൽ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഹൊഗനക്കലിൽ വച്ചാണ് കാവേരി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനാൽ ഈ സ്ഥലത്തെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ജലം വന്നു വീഴുന്ന കുളത്തെ വാഗ്നകുണ്ഡം അല്ലെങ്കിൽ യാഗക്കുഴി എന്നും വിളിക്കുന്നു. മതപരമായ പവിത്രതയ്ക്ക് പുറമെ സമാധാനപരമായ അന്തരീക്ഷവും മികച്ച പ്രകൃതി സൗന്ദര്യവുമുള്ള സ്ഥലം കൂടിയായതിനാൽ ഹൊഗനക്കൽ ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുകയായിരുന്നു. ഹൊഗനക്കൽ ധർമ്മപുരി ഫോറസ്റ്റ് ഡിവിഷന്റെ ഭരണപരിധിയിലാണെങ്കിലും തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ സ്ഥലം ഒരു ടൂറിസം സ്പോട്ടായി വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. കന്നഡയിൽ നിന്നാണ് ഹൊഗനക്കൽ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. സ്മോക്കി റോക്സ് അഥവാ പുകപ്പാറകൾ എന്നാണ് ഇതിനർത്ഥം. ഹോഗെ, കൽ എന്നീ രണ്ട് കന്നഡ പദങ്ങൾ ചേർന്നാണ് ഹൊഗനക്കൽ എന്ന വാക്ക് രൂപപ്പെട്ടത്. പാറകളിൽ വെള്ളം വീഴുമ്പോൾ ജലത്തിന്റെ ശക്തി കാരണം കല്ലിന്റെ മുകളിൽ നിന്ന് പുക പുറപ്പെടുന്നത് പോലെ തോന്നുന്നു. ഇതിനാലാണ് ഹൊഗനക്കൽ എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയുടെ നയാഗ്ര എന്ന പേരിൽ കൂടി പ്രശസ്തമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ് ഇവിടുത്തെ കുട്ടവഞ്ചി യാത്രയും വെള്ളച്ചാട്ടത്തിലെ കുളിയും മീൻ വിഭവങ്ങളും ഓയിൽ മസാജുമെല്ലാം. പുഴയിൽ വെള്ളം കുറയുമ്പോഴാണ് കുട്ടവഞ്ചികൾ നീറ്റിലിറക്കുന്നത്. ഒരേ സമയം 8 പേരെ വരെ വഹിക്കാനുള്ള ശേഷി ഈ കുട്ടവഞ്ചികൾക്കുണ്ട്. മുളയും പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും ചേർത്താണ് കുട്ടവഞ്ചികൾ ഉണ്ടാക്കുന്നത്. ഇവയുടെ അടിഭാഗം തോലുപയോഗിച്ചും ചിലപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചും വാട്ടർ പ്രൂഫ് ചെയ്യുന്നു. ഇവിടെയുള്ളവരുടെ പ്രധാന ജീവനോപാധി ഇത് തന്നെയെന്ന് പറയാം. ചെറുതും വലുതുമായ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങിങ്ങായി കാണുന്ന ഈ കാർബണേറ്റ് പാറക്കെട്ടുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളവയിലൊന്നാണ്. ഈ വെള്ളച്ചാട്ടത്തിലെ ജലം തമിഴ്നാട് കുടിവെള്ള പദ്ധതിക്കായി മാറ്റുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൺസൂൺ കഴിഞ്ഞ് നദി നിറഞ്ഞൊഴുകുന്ന സമയമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. സ്ത്രീകളാണ് മീൻ വിഭവങ്ങൾ തയ്യാറാക്കുവാനായി വഴിയോരങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കുട്ടവഞ്ചി യാത്ര കഴിഞ്ഞാൽ പിന്നീട് ഇവിടുത്തെ പുഴയിൽ നിന്നും പിടിക്കുന്ന മത്സ്യവിഭവങ്ങൾ രുചിച്ചു നോക്കാതെ സഞ്ചാരികൾ മടങ്ങാറില്ല. അഗസ്ത്യമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് അരുൾമിഗ് ദേശനാഥേശ്വരർ കാവേരി അമ്മൻ ആലയം. ദേശനാഥനായി ശിവഭഗവാനും ശക്തിസ്വരൂപിണിയായി കാവേരി അമ്മനുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ഏക കാവേരി അമ്മൻ ക്ഷേത്രം കൂടിയാണ് ഹൊഗനക്കലുള്ള ഈ ക്ഷേത്രം. ആയിരത്തി 1975 മുതല പുനരധിവാസ കേന്ദ്രം ഹൊഗനക്കലിൽ സ്ഥാപിതമായത്. ഏകദേശം 50 സെന്റ് വിസ്തൃതിയുള്ള ഈ കേന്ദ്രം ഫോറസ്റ്റ് കോട്ടേജിന് എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 113 മുതലകളെ പരിപാലിക്കുന്നുണ്ട്. മുതലകളെ വളരെ അടുത്തായി കാണുവാൻ സാധിക്കുമെന്നതാണ് ഈ കേന്ദ്രത്തിന്റെ സവിശേഷത. പുനരധിവാസ കേന്ദ്രമായതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ പരിക്കുകൾ ഉള്ളവയാണ് ഇവയിൽ ഭൂരിഭാഗവും.
ഹൊഗനക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരെയാണ് മുതല പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന ഫീസ് 10 രൂപ. താമസത്തിനായി തമിഴ്നാട് സർക്കാരിന്റെയും ഫോറസ്റ്റിന്റെയും കോട്ടേജുകളും റൂമുകളും 700 രൂപ മുതൽ ഇവിടെ ലഭ്യമാണ്. അടുത്തുള്ള പട്ടണമായ ധർമ്മപുരിയിൽ നിന്നും എപ്പോഴും ഹൊഗനക്കലിലേക്ക് ബസ് സർവീസ് ലഭ്യമാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 47 കിലോമീറ്റർ അകലെ ധർമ്മപുരി റെയിൽവേ സ്റ്റേഷനും അടുത്തുള്ള എയർപോർട്ട് കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരും ആണ്.